ഇന്ന് പുതുവായനയിൽ എൻ്റെ മകൾ സ്ത്രീയാവുന്നു. ഈ കഥ എഴുതിയത് ശ്രീ UK കുമാരൻ. വായിക്കുന്നത് ഡോക്ടർ R വേലായുധൻ. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ മകളെ തിരിച്ചറിയാൻ തുടങ്ങിയത്. അത്യാവശ്യമായിട്ടല്ലാതെ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കരുതെന്ന് ഡോക്ടറുടെ കർശനമായ വിലക്കുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കരുത്, തനിയെ നടക്കരുത്, പെട്ടെന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കരുത്. വിലക്കുകളുടെ വലിയൊരു ചങ്ങലക്കെട്ടിനകത്താണ് ഞാൻ കിടക്കുന്നത്. കൂടെ നിൽക്കാൻ ഭാര്യയല്ലാതെ മറ്റാരും വീട്ടിലില്ല. അവളുടെ ലീവെല്ലാം തീർന്നിരിക്കുന്നു. ഇനി കൂടുതൽ ദിവസം ഓഫീസിൽ നിന്ന് വിട്ടു നിൽക്കാൻ യാതൊരു നിർവാഹവുമില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു. മറ്റാരെയെങ്കിലും എൻ്റെ അരികിൽ നിർത്തുന്നതിൽ ഒട്ടും താല്പര്യവും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ അവർക്ക് കഴിയില്ലെന്ന വിശ്വാസമായിരുന്നു അവൾക്ക്. അപ്പോഴാണ് ഒരാശ്വാസം പോലെ മകൾ വീട്ടിലെത്തിയത്. കോഴ്സ് കഴിഞ്ഞ് പരീക്ഷ എഴുതി 2 മാസത്തെ ഇടവേള കിട്ടിയിരിക്കുകയാണ്. മകളുടെ സാന്നിധ്യം എനിക്കും ഏറെ സന്തോഷമുണ്ടാക്കി. എന്നാൽ ഭാര്യയ്ക്കത്ര തൃപ്തിയില്ലായിരുന്നു. മോള് ചെറിയ കുട്ടിയാണ്, അവളെ കൊണ്ട് എന്ത് കഴിയാനാണ്? പ്രൊഫഷണൽ കോഴ്സിൻ്റെ അന്തിമ പരീക്ഷ എഴുതിയിട്ടും ഇപ്പോഴും അമ്മ തന്നെ ചോറ് വാരി കൊടുക്കണം. അമ്മയോടൊപ്പമേ ഉറങ്ങൂ. അമ്മയുടെ അഭിപ്രായം അറിഞ്ഞ് എന്തും ചെയ്യൂ. അമ്മേ, ഇന്ന് ചുരിദാർ വേണോ, സാരി വേണോ, മുടി ബോബ് ചെയ്യണോ, വിടർത്തിയിടണോ? തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയാതെ അമ്മയിലേക്ക് നീളുന്ന വിളികൾ. അതുകൊണ്ട് തന്നെ അവൾ തീരുമാനിക്കുന്നു, മകൾ ഇപ്പോഴും ചെറിയ കുട്ടി തന്നെയാണ്. ഞാനതിനെ എതിർക്കാനും പോയില്ല. എൻ്റെ സങ്കല്പവും അങ്ങനെ തന്നെ. ചെറിയ കുട്ടി എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. തെല്ല് സംശയത്തോടെ ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ അവളെ കൊണ്ടാകുമോ? ഞാൻ ആശ്വസിപ്പിച്ചു. പേടിയില്ലാതെ നീ പൊയ്ക്കോളൂ, മോൾ എന്നെ നന്നായി നോക്കിക്കൊള്ളും. കിടന്നുകൊണ്ട് കാണാൻ കഴിയുന്ന വിധത്തിൽ മുറിയിൽ TV സജ്ജീകരിച്ചിട്ടുണ്ട്. കയ്യെത്തുന്ന അകലത്തിൽ ചെറിയ റേഡിയോയും ആവശ്യമായ പുസ്തകങ്ങളും. മുറിയുടെ 2 വശങ്ങളുമുള്ള വലിയ ജനലുകളിലൂടെ എത്ര നേരം വേണമെങ്കിലും പുറത്തേക്ക് നോക്കി കിടക്കാം. ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മടുപ്പ് അനുഭവപ്പെടും. ആരെങ്കിലും കാണണമെന്നോ ആരോടെങ്കിലും സംസാരിക്കണമെന്നോ തോന്നും. മകൾ താഴത്തെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ പാത്രങ്ങൾ എടുത്തു വയ്ക്കുന്ന ശബ്ദം. തെല്ലിട കഴിഞ്ഞപ്പോൾ കോണികളിൽ കനത്ത കാലൊച്ച കേട്ടു. മകൾ വരുന്നതാണ്. അവളാണ് ഇങ്ങനെ അമർത്തി ചവിട്ടാറുള്ളത്. മുറിയിൽ കടന്നതോടെ മകൾ ചോദിച്ചു, തനിച്ച് ഇങ്ങനെ കിടക്കുന്നതിന് അച്ഛന് മടുപ്പ് തോന്നുന്നുണ്ടോ? തെല്ലത്ഭുതത്തോടെ ഞാൻ അവളെ പകച്ചു നോക്കി. എൻ്റെ ആലോചനയിലേക്ക് എങ്ങനെയാണ് അവൾ ഈ വിധത്തിൽ പ്രവേശിച്ചത്? മകളുടെ അന്വേഷണത്തിൽ പ്രകടമായ പക്വതയും ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. മുമ്പത്തെ പോലെ ധൃതി പുരണ്ട ഒരു അന്വേഷണമായിരുന്നില്ല അത്. പതിഞ്ഞ സ്വരത്തിൽ സാവകാശമെടുത്തുള്ള ഒരു ചോദ്യം. അന്നേരമാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത് മകൾ മാറിയിരിക്കുന്നുവെന്ന്. അടുത്തതായി അവൾ എന്താണ് പറയാൻ പോകുന്നത് കാതോർക്കുകയായിരുന്നു ഞാൻ. ഈ കഥ നാളെ തുടരും.